സർ, ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 9 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 9 പേരും സിപിഐഎം പ്രവർത്തകർ കൂടിയാണ്. ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി തന്നെ പറയുന്നുണ്ട്, വളരെ ഗൗരവതരമായ വിഷയമാണിതെന്ന്. അതേസമയം തന്നെ കോടതി പറയുന്നു 67 ദിവസമായി ഇവർ ജയിലിലാണെന്ന്. ജയിലിനുള്ളിൽ എത്ര ദിവസം കഴിഞ്ഞു എന്നതിനെയാണോ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഒരു ക്രൈമിന്റെ മാനദണ്ഡമായി പരിഗണിക്കേണ്ടത്? അല്ലെങ്കിൽ ആ ക്രൈമിന് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നതാണോ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് വഴി ഇ.ഡി. ഉദ്യോഗസ്ഥരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചതും ഈ ആക്രമണ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. ഇത്തരത്തിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുക വഴി ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഗൗരവതരമായ കുറ്റങ്ങളാണ് ഇ.ഡി. ഇവർക്കെതിരായി ചുമത്തിയിട്ടുള്ളത്. കാര്യം ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്നത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ്. അതും മാത്രമല്ല ഇവിടെ സംഭവിച്ചത്, നമുക്ക് കേരളം മുഴുവനും കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലാണ് മകൾ വീണ വിജയൻ താമസിക്കുന്നത്. അപ്പോൾ ഈ മാസപ്പടി കേസിലെ രേഖകൾ കണ്ടെത്താനായിട്ടാണ് ഇ.ഡി. വീട് റെയ്ഡ് നടത്തിയത്. വീടിന് മുന്നിൽ CPM പ്രവർത്തകർ, സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ഒത്തുകൂടി ആളിനെ ഇളക്കി ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. ഉദ്യോഗസ്ഥന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അത്രയും അക്രമാസക്തരായ ആൾക്കാരാണ് പുറത്തുണ്ടായിരുന്നത്. അവസാനം പുറത്തിറങ്ങിയപ്പോൾ അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇ.ഡി. ചാർജ് ചെയ്ത മുഖ്യമായും പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ് കുറ്റം ചാർത്തിയിട്ടുള്ളത്. വണ്ടി തകർത്തു, അതൊരു വാടക വണ്ടിയായിരുന്നു. പിന്നെ അവസാനം കൈ ഒഴിഞ്ഞപ്പോൾ കാശ് കൊടുത്തത് ഇ.ഡി. ആണ് എന്നും വാർത്തയുണ്ടായിരുന്നു. ഒരു സ്വകാര്യ വണ്ടിയിലാണ് ഉദ്യോഗസ്ഥന്മാർ വന്നത്. അത് കട്ട എടുത്തെറിഞ്ഞു. പിന്നെ അത് വണ്ടി തല്ലി തകർക്കാൻ നോക്കി. ഇവരെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം. നമ്മളെല്ലാം അതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷെ ഇന്ന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ 2-3 പരാമർശങ്ങൾ നടത്തി. ഉത്തരവിൽ അത് ഉണ്ടാകുമോ എന്നറിയില്ല. ഇതൊരു ഗൗരവതരമായ കുറ്റമാണ്. പ്രഥമ ദൃഷ്ട്യാ അതിന് തെളിവുണ്ട്, അത് പറഞ്ഞു. മാത്രമല്ല, വധശ്രമക്കുറ്റം നിലനിൽക്കില്ല. കാര്യം ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായ പരിക്ക് പറ്റിയില്ല എന്ന പരാമർശം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഇത് പ്രോസിക്യൂഷന് തിരിച്ചടിയാണ് എന്ന് പലരും വ്യാഖ്യാനിക്കുന്നു. മാത്രമല്ല, 67 ദിവസം ഈ 9 CPM പ്രവർത്തകർ കസ്റ്റഡിയിൽ കഴിഞ്ഞു. ഇവര് ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് ആയുധം കണ്ടെത്താമായിരുന്നു എന്നും ഹൈക്കോടതി പരാമർശിച്ചതായി മാധ്യമ വാർത്തകളിൽ സൂചിപ്പിക്കുന്നു. അത് എന്തായാലും ഇവർ ഇന്ന് പുറത്തിറങ്ങും, മിക്കവാറും ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ. എൻ്റെ നിയമപരമായ കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രാഥമികമായി ചർച്ച ചെയ്തു. ഇനി അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് മുഖ്യമായും എനിക്ക് പറയാനുള്ളത്. CPM-ന്റെ തെറ്റുതിരുത്തൽ പ്രക്രിയ നടക്കുന്ന സമയമാണ്. അത് ഇദ്ദേഹത്തിന്റെ MV ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ താഴെ മുതൽ മുകളിൽ വരെ ഞങ്ങൾ തെറ്റ് തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഈ കാണാനുള്ളത്. ഇവര് DYFI പ്രവർത്തകരാണ്. ഇവര് വന്നത് ചുമ്മാതൊന്നുമല്ല. ബിനീഷ് കൊടിയേരിയാണ് ഇവരെ കൂട്ടിയത്. അതിന് പ്രത്യുപകാരമായി ഈ സംഭവത്തിന് ശേഷം ബിനീഷ് കൊടിയേരിക്ക് CPM-ന്റെ അംഗത്വം പുനഃസ്ഥാപിച്ചു കൊടുത്തു. ഒത്തിരി കാലമായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ കേസിലകപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു. കുറ്റവിമുക്തനാക്കി തിരിച്ചു വന്ന ശേഷവും കേസിന്റെ സ്വഭാവം കാരണം അദ്ദേഹത്തിന് അംഗത്വം പുതുക്കി നൽകാൻ CPM തയ്യാറായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ ആളിനെ കൂട്ടി എന്ന കൃത്യം ഭംഗിയായി നിർവഹിച്ചതിന്റെ പ്രത്യുപകാരമായി സാക്ഷാൽ കാരണഭൂതർ ഇടപെട്ട് അദ്ദേഹത്തിന് അംഗത്വം തിരിച്ചു കൊടുത്തത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം ഈ ജയിലിൽ പോയവരെ CPM പതുക്കെ കൈയൊഴിയുന്ന കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചു. വാർത്തകളുണ്ടായിരുന്നു. DYFI പ്രവർത്തകരായ ഇവരെ DYFI അടുത്ത കാലത്ത് തള്ളിപ്പറഞ്ഞു എന്നും വാർത്തകളുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ജയിൽ മോചിതരാകുമ്പോൾ സാധാരണഗതിയിൽ CPM TP ചന്ദ്രശേഖരന്റെ വധക്കേസിലൊക്കെ എന്തൊരു കരുതലായിരുന്നു ജയിലിൽ പോയ പ്രതികളോട്. ജയിലിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു.
ആവശ്യത്തിലധികം കാലം അവർക്ക് പുറത്തിറങ്ങി വിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു. തിരിച്ചു വരുമ്പോഴൊക്കെ വലിയ സ്വീകരണങ്ങൾ കൊടുത്തു, വേദികൾ കൊടുത്തു, ഉന്നത നേതാക്കന്മാരൊക്കെ പോയി. ഇവിടെ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതി ചേർത്തവർ ഇന്ന് ജയിൽ മോചിതരാകുമ്പോൾ ജയിൽ കവാടത്തിൽ ഏതെങ്കിലും CPM നേതാക്കന്മാരോ പ്രവർത്തകരോ ഉണ്ടാകുമോ? അത് കേരളം നോക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു കണ്ണു വേണം. രണ്ടാമത്, ഇവർക്ക് സ്വീകരണങ്ങൾ ഒരുക്കുമോ എന്നുള്ളതാണ്. DYFI തള്ളി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പാർട്ടിയും പറയുമായിരിക്കും. പറച്ചിൽ ഒരു വഴിക്കും പ്രവൃത്തി വേറൊരു വഴിക്കും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തെറ്റുതിരുത്തലാണ് യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പുറത്തിറങ്ങുന്ന 9 പേരെ മാറ്റി നിർത്തുക മാത്രമല്ല, ഇവരെ രംഗത്തിറക്കിയ ഒന്നാം ആളുണ്ട്. അത് ബിനീഷ് കൊടിയേരിയാണ്. കൊടിയേരിക്ക് കൊടുത്ത ഈ അംഗത്വം സസ്പെൻഡ് ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്യണം. കാര്യം അത് തിരുത്തലാണല്ലോ. കാര്യം അഴിമതി, സ്വജനപക്ഷപാതം, അക്രമം, ജനബന്ധമില്ലായ്മ, അങ്ങനെ എല്ലാവിധ പാവങ്ങളും ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾ ഇവരെ തള്ളിപ്പറഞ്ഞ് മൂലക്കിരുത്തിയത് എന്നാണ് അന്തിമമായി CPM കണ്ടെത്തിയിട്ടുള്ളത്. കേന്ദ്ര സമിതി കണ്ടെത്തിയിട്ടുള്ളതിന്റെ തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ കേസ് ഒരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് ഇനിയുള്ള CPMന്റെ നടപടിക്രമങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കാം. എന്തെങ്കിലും നന്നാകുന്ന ഒരു ലക്ഷണമുണ്ടോ എന്ന് ഈ കേസിലെ പ്രതികളോടുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. നന്നാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇന്ന് ജയിൽ കവാടത്തിൽ ഒരു CPM നേതാവും ഒരു DYFI നേതാവും ഇവരെ സ്വീകരിക്കാൻ ഉണ്ടാകില്ല. ഇവർക്ക് വീടുകളിൽ പോയി ഇവരെ സന്ദർശിക്കില്ല. ഇവർക്ക് നേരിട്ടുള്ള അല്ലാതെയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പിന്തുണ കൊടുക്കില്ല, സഹായങ്ങൾ ചെയ്യില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാവപ്പെട്ട ആൾക്കാർ ഈ പിണറായി വിജയനൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ വീടിന് പുറത്ത് വന്ന് കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ കണ്ടു. ഇത് ഈ വലിയ മഹത്തായ സമരങ്ങളിൽ, പോരാട്ട സമരങ്ങളിൽ പങ്കെടുത്ത് ത്യാഗം സഹിച്ചൊക്കെ വരുന്ന ആൾക്കാർ വിളിക്കുന്ന ഒരു വീര്യത്തോടു കൂടിയാണ് അണികൾ അത് ഏറ്റുവാങ്ങി കേരളം മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത്. ഇതൊരു കുറ്റകൃത്യമാണെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും ഒക്കെ കേരളീയർക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കാർക്ക് ബോധ്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് അദ്ദേഹം നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരിച്ച് CPMന്റെ അണികൾ എതിരായി വോട്ട് രേഖപ്പെടുത്തിയത്. ഇനി വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ മാസപ്പടി കേസിൽ തുടർ നടപടിയായി മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടും. ഇതൊരു ട്രെയിൽ ഓഫ് മണി, ഇതിന്റെ കള്ളപ്പണമാണ് അല്ലെങ്കിൽ അഴിമതി പണമാണ്. ഈ പണത്തിന്റെ വരവും പോക്കും അറിയാൻ വേണ്ടി പിണറായി വിജയൻ EDയുടെ ചോദ്യമുറിക്ക് മുന്നിൽ പോകും. അപ്പോൾ ആരും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ തെരുവിൽ ഇറങ്ങില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ അന്ന് കാണിച്ച വീര്യം ഒരു മനുഷ്യർക്കും ഉണ്ടാകില്ല. തലയിൽ മുണ്ടിട്ട് പോലും ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ പുറത്തിറങ്ങുന്ന 9 പേരെ CPMഉം DYFIയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുകൂടി രാഷ്ട്രീയ കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. യെസ്, എന്തായാലും ഇതിന്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നതും ഏറ്റവും ഒടുവിൽ പ്രദീപ് സർ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ്. ഈ പുറത്തിറങ്ങുന്ന ഇവർക്ക് വീണ്ടും പാർട്ടിക്കാരെങ്കിലും ഇവരെ ചെന്ന് കാണുമോ? അത്തരത്തിൽ ജയിലിന് പുറത്ത് ഇവരെ സ്വീകരിക്കാൻ ആരുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുചോദ്യം എന്ന നിലയിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.